കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10 മുതൽ 13 വരെയുള്ള പ്രാർത്ഥനയുടെ 3-ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുന്ന ജ്ഞാനം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും, ആത്മീകമായ ജ്ഞാനം, ആത്മീകമായ വിവേകം. ഈ ലോകത്തിന്റെ ജ്ഞാനമോ? ഈ ലോകത്തിന്റെ ജ്ഞാനം 1 കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അങ്ങനെ പഠിപ്പിച്ചേ? പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. ഈ ലോകത്തിന്റെ ജ്ഞാനം പോഷത്വമാണ്. ഈ ലോകത്തിലെ ജ്ഞാനികൾ പോഷന്മാരാ. നമ്മളത് അംഗീകരിച്ച് പറയുമെങ്കിലും നമ്മൾ ഈ ജ്ഞാനികളെ കാണുമ്പോൾ അവരോട് ഭയങ്കര റെസ്പെക്റ്റ് വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനെ നമ്മൾ വലുതായിട്ട് കാണരുത്. ഈ ലോകത്തിന്റെ അറിവുകൾ നേടുന്നത്, ലോകത്തെക്കുറിച്ചുള്ള സകല വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ഒരു വ്യക്തി നേടിയിരിക്കുമ്പോൾ ആ വ്യക്തിയെ ലോകം വലിയ ജ്ഞാനിയായിട്ടാണ് കാണുന്നത്. ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ, ദൈവത്തിന്റെ ജ്ഞാനമായ ക്രിസ്തുവിനെ ഈ പറയുന്ന ജ്ഞാനി അറിയുന്നില്ലെങ്കിൽ അവനെപ്പോലെ പോഷൻ ലോകത്ത് വേറെ ഇല്ല. അവൻ നശിച്ചു പോലെ ചെയ്യുന്നേ. ഈ ലോകത്തിലെ ജ്ഞാനിയായവൻ നശിക്കുകയല്ലേ ചെയ്യുന്നത്. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ഉണ്ടോ? വാക്യം വരുന്നുണ്ടോ? പോഷന്മാരെ തെരഞ്ഞെടുത്തു. എടുത്ത് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 1:26 മുതൽ വാക്യം. 26 മുതൽ വാക്യം ഉണ്ടോ? ദൈവാത്മാവ് ആ നിയോഗം തന്ന വചനങ്ങൾ നമുക്ക് തരികയാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26 മുതൽ വായിക്കാം. പെട്ടെന്ന് വായിച്ചാണ്. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെ ഇല്ലെന്ന്. ബലവാന്മാരും ഏറെ ഇല്ല, കുലീനന്മാരും ഏറെ ഇല്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ പോഷത്വമായത് എന്നുള്ളത് പോഷന്മാരെ തെരഞ്ഞെടുത്തു. ആരാ? പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. നമ്മളൊക്കെ പോഷന്മാരാ. നമുക്കൊന്നും അറിയത്തില്ല. എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് പൊളിറ്റിക്സ് ഒന്നും അറിയത്തില്ല. ചിരിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് പുസ്തകത്തെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്കത് മതി. എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞാൽ മതി എന്ന് പൗലോസ് പറഞ്ഞ പോലെ കർത്താവിനെ കുറിച്ചും വചനത്തെക്കുറിച്ച് അറിഞ്ഞാൽ മതി. മറ്റൊന്നും അറിയണ്ട. ഈ ലോകത്തിലെ വലിയ ജ്ഞാനിയൊന്നും നമുക്ക് ആകണ്ട. ദൈവത്തിന്റെ ജ്ഞാനമായ ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ച് അക്കരെ ചെന്നാൽ അവരെക്കാൾ ജ്ഞാനി ലോകത്തിൽ വേറെ ഇല്ല. ഹല്ലേലൂയ. വായിക്കാം ആന്റി. പോഷത്വമായതിന് പോഷന്മാരെ, മീൻ പിടിച്ചടന്നവരെ, തമ്മിൽ തല്ലുന്നവരെ, ഇടിമക്കൾ, അവരെ തെരഞ്ഞെടുത്തു. അടുത്ത ബലമുള്ളത് ആരാ? ഗ്രീക്കേഴ്സ് ഉണ്ടായിരുന്നു അന്ന് കാലത്ത്. യഹൂദന്മാരും ഗ്രീക്കേഴ്സും വളരെ ബലവാന്മാരായിരുന്നു, ശക്തന്മാരായിരുന്നു. റോമക്കാര് വളരെ ശക്തന്മാരായിരുന്നു. അവരെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനന്മാരെ എന്ന് നമ്മൾ പഠിക്കണം അവിടെ. ബലഹീനമായി തിരഞ്ഞെടുത്തു. അടുത്ത ഉള്ളതിനെ ഇല്ലായ്മ. അന്ന് കാണുന്ന റോമൻ സാമ്രാജ്യവും യഹൂദ മതവും ഒക്കെ അതിനെയൊക്കെ പൊടിച്ച് തകർത്ത് തരിപ്പണമാക്കി കളയാനായിട്ട് ദൈവം എന്ത് ചെയ്തു? കുലഹീനവും ഒരു നികൃഷ്ടന്മാരായവരെ, ഈ മീൻ പിടിച്ച് നടക്കുന്നവര് ശരിക്കും പറഞ്ഞാൽ അടുത്ത് വരുമ്പോൾ അവർക്കൊരു ഉളുപ്പ് മണമുണ്ട്. നമുക്കത് പിടിക്കത്തില്ല. പക്ഷെ ദൈവമക്കളാകുമ്പോൾ നമ്മളതൊക്കെ അങ്ങ് സഹിക്കും, അല്ല വേറെ വഴിയില്ലല്ലോ. കാരണം അങ്ങനെയാണ് അതിൻ്റെ രീതി. അവരെ പറഞ്ഞിട്ട് കഥയില്ല. എത്ര കുളിച്ചാലും ഇത്തേക്ക് മീൻ മണം പോകത്തില്ല. അല്ലെങ്കിൽ പിന്നെ വലിയ പെർഫ്യൂമൊക്കെ ഡ്രസ്സിലേക്ക് അടിച്ചാലേ പോകത്തുള്ളൂ. അവരുടെ രീതിയും അവരുടെ ട്രഡീഷനും അങ്ങനെയാണ്. അവരെ തെറ്റു പറയേണ്ട കാര്യമില്ല. നല്ല സഹോദരങ്ങളാണ് അവർ. പക്ഷെ ആ കാറ്റഗറി കിടന്നവരെയാണ് സമൻ സാറിന്റെ പാട്ടൊന്ന് പാടട്ടെ. അത് നീചരായി ഗണിച്ചിരുന്ന പേത്രനാദിയായ ധീവരരെ ശേഷി കൊണ്ട് അലങ്കരിച്ചു പരം പ്രേഷണം ചെയ്തവനിൽ ഗുരുക്കളാക്കി. നീചരായി ഗണിച്ചിരുന്ന പത്രോസ് ആദിയായ ധീവരരെ, മുക്കുവരെ ശേഷി കൊണ്ട് അലങ്കരിച്ചു. എന്താ ഈ ശേഷി? പരിശുദ്ധാത്മാവിന്റെ ശക്തി. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എൻ്റെ സാക്ഷികളാണ്. ഈ 12 എണ്ണത്തിനോടും കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നോട് കേട്ട വാഗ്ദത്തിന് വേണ്ടി ചാടിക്കേറിയൊന്നും പോകരുത്. നിങ്ങൾ ശക്തി ലഭിച്ചു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചു കഴിയുമ്പോൾ, ആത്മാവിന്റെ ജ്ഞാനം നിങ്ങൾക്ക് കിട്ടും, ദൈവികമായ ജ്ഞാനം നിങ്ങൾക്ക് കിട്ടും, സ്വർഗീയമായ ജ്ഞാനം നിങ്ങൾക്ക് കിട്ടും, ഉയരത്തിലെ ജ്ഞാനം നിങ്ങൾക്ക് കിട്ടും. ആ ജ്ഞാനം കൊണ്ട് വേണം എന്ത് ചെയ്യാൻ? എൻ്റെ സാക്ഷിയാണ്. അതല്ലേ നമുക്ക് വേണ്ടത്? സ്വത്രം. ഇന്ന് കാണുന്ന പോലെ
കുറേ ബൈബിൾ കോളേജിൽ പോയി കുറേ പഠിച്ച് കുറേ ഡിഗ്രിയൊക്കെ എടുത്ത് ഞാൻ ബോംബെയിൽ ഒരു ദിവസം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ തങ്ങേണ്ടി വന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ വന്നു. ഞാൻ ആ പുള്ളിയെ പരിചയപ്പെട്ടു. ഞാൻ ചോദിച്ചു, എന്തുണ്ട് വിശേഷം? ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്തിനാ ഈ ചർച്ചിൽ ഇവിടെ വന്നു? ഞാനിവിടെ ഒരു അമ്പലത്തിൽ വന്നു. ഞാൻ ചോദിച്ചു, ബൈബിൾ കോളേജിൽ പഠിക്കുന്ന നിങ്ങൾ എന്തിനാ അമ്പലത്തിൽ വന്നു? ഇവിടുത്തെ ട്രഡീഷനെ കുറിച്ച് പഠിച്ചൊരു തിസിസ് അവതരിപ്പിച്ചാലേ ഞങ്ങൾക്ക് ഗ്രാജുവേഷന് സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ ലോകത്തിൻ്റെ ജ്ഞാനം തിരികെ കയറ്റുക. ഹിന്ദുസം, മുസ്ലിം തത്വങ്ങൾ, ഹിന്ദുവിൻ്റെ രീതികൾ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അത്രേ. ഞാനതിനെതിരല്ലപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഞാൻ കുറച്ചൊക്കെ അലർജിയുടെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഹിന്ദുസത്തെക്കുറിച്ചും ഇസ്ലാം മതത്തെക്കുറിച്ചൊക്കെ. ഇല്ല, അതിൽ കിടന്ന് ഡീപ്പായിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താ? നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കോളം പാർക്കണം. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും ശമരിയ പോരെന്ന് പറഞ്ഞ് ആ ശക്തി ലഭിച്ചു കഴിഞ്ഞ് ശമരിയയിലും യഹൂദ ഗോത്രത്തിൽ നിന്ന് വിഗ്രഹാരാധനയിലേക്ക് പോയ ഒരു കൂട്ടരാണ് ശമരിയർ. അവരെ കർത്താവ് തള്ളിക്കളഞ്ഞതാണ്. പക്ഷേ ശക്തി ലഭിച്ചു കഴിഞ്ഞപ്പോൾ രക്ഷ സാർവത്രികമാണെന്ന് കർത്താവ് പറഞ്ഞതുകൊണ്ട് യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകാൻ പറഞ്ഞു. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച ദൈവദാസൻ എപ്പോഴും പറയുമായിരുന്നു, സുവിശേഷ വേല ചെയ്യാൻ നമുക്ക് ആവശ്യം പണമല്ല, പണത്തേക്കാൾ കൂടുതൽ പ്രധാനമായ ഒരു ആത്മീയ അനുഭവമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ആത്മശക്തി, ദൈവകൃപ, വചനജ്ഞാനം. സകല വചനത്തിനും പരിജ്ഞാനത്തിനും സമ്പന്നരാകുക, ദൈവകൃപ പ്രാപിക്കുക, സകല വിശ്വാസത്തിൽ സമ്പന്നനാകുക, പ്രത്യാശയുടെ സമൃദ്ധി ഉണ്ടാകുക, കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി, സന്തോഷ സമൃദ്ധി, പ്രത്യാശയുടെ സമൃദ്ധി, അങ്ങനെ ആത്മീകമായ അനുഭവങ്ങളൊരു സമൃദ്ധി. അതാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടത്. അല്ലാതെ ഈ ലോകത്തിൻ്റെ ജ്ഞാനം പ്രാപിച്ചു പോയ വേല ചെയ്യാൻ പറ്റത്തില്ല. പരാജയപ്പെട്ടു പോകും. പരാജയപ്പെട്ട് അവസാനം തകർന്ന് താരിപ്പണമായി പോകും. ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച് ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുമ്പോൾ ആ വചനം കേൾക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ചലനങ്ങൾ ഉണ്ടാകും. ദൈവാത്മാവ് പ്രവർത്തിക്കും. അവർ മാനസാന്തരപ്പെടും. പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും യാക്കോബിൻ്റെയും ഒക്കെ പ്രസംഗത്തിൽ അതാണ് സംഭവിച്ചത്. ഇന്നത് സംഭവിക്കുന്നില്ല. ഈ ലോകത്തിൻ്റെ ജ്ഞാനമെല്ലാം തലയെ കയറ്റിയിട്ട് ജ്ഞാനത്തിൽ നിന്നാണ് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. ദൈവത്തിൻ്റെ ജ്ഞാനമായ ക്രിസ്തുവിനെ പ്രസംഗിക്കേണ്ടതിന് പകരം ലോകത്തിൻ്റെ ജ്ഞാനം പ്രാപിച്ച് ക്രിസ്തുവിനെ പ്രസംഗിച്ചാൽ ഗുണമില്ല. എങ്ങനെ അറിയാം പാസ്റ്റർ? വായിച്ച 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വാക്യങ്ങൾ വായിച്ചേ. ഞാനും സഹോദരന്മാരെ. അപ്പൊ കൊരിന്ത്യ സഭയിൽ പൗലോസ് വന്നപ്പോൾ ചരിത്രമായി പറയുന്നത് അടുത്ത കർത്താവിന്റെ സാക്ഷ്യം പറയാൻ വന്നപ്പോ എനിക്ക് വചനത്തിന്റെ ഞാൻ ഒരു സാക്ഷ്യം ഒന്നുമില്ലായിരുന്നു എനിക്ക്. അടുത്ത അവിടെ ഇരിക്കട്ടെ പാസ്റ്റർ. എനിക്കൊന്നറിയണം, ക്രൂശിക്കപ്പെട്ടായ ക്രിസ്തുവിനെ അറിയണം, മറ്റൊന്നും എനിക്കറിയണ്ട. ഇപ്പം നമുക്ക് എന്തൊക്കെ അറിയണം? നാസയിലെ കാര്യങ്ങൾ അറിയണം, പിന്നെ അമേരിക്കൻ ട്രഡീഷൻ അറിയണം, ലോകത്തുള്ള സകല രാജ്യങ്ങളെക്കുറിച്ച് അറിയണം, അവിടുത്തെ ട്രഡീഷൻ അറിയണം. നല്ലതാണ് അതൊക്കെ. പക്ഷെ അതുകൊണ്ടൊന്നും കർത്താവിൻ്റെ വേല ചെയ്യാൻ പറ്റത്തില്ല. ക്രിസ്തുവിനെ കുറിച്ച് അറിയണം. ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി. അങ്ങനെ വാക്കിയില്ലേ? ക്രിസ്തുവിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി, മറ്റൊന്നും എനിക്കറിയണ്ട. യേശുവിനെ കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ, യേശുവിൻ്റെ കൽപ്പനകൾ പഠിച്ചു കഴിയുമ്പോൾ, കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രമാണങ്ങളും വ്യവസ്ഥകളും പഠിച്ചു കഴിയുമ്പോൾ ഞാൻ കർത്താവിൻ്റെ വേലക്കാരനായി തീരും. അത് പൗലോസിന് മനസ്സിലായി. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ജ്ഞാനത്തിൻ്റെയോ വചനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രയേ നിങ്ങളുടെ അടുക്കൽ വന്നത്. ഇനി ക്രിസ്തുവിനെ കുറിച്ച് മാത്രം അറിയണം. അടുത്തൊരു പ്രയോഗം കൂടി ഉണ്ട്, അത് നമുക്കൊന്ന് പഠിക്കാം. വായിച്ചാട്ടെ. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. അവിടെ നിൽക്കട്ടെ. കൊരിന്ത്യ സഭയിൽ വന്നപ്പോൾ ബലഹീനതയും ഭയവും നടുക്കവും പൗലോസിനുണ്ടായി. എന്തുകൊണ്ടാണെന്നൊന്ന് പറയാമോ? സജിപ്പാസ് ഒന്ന് പറഞ്ഞേ, എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായത്? ഒരു കാര്യമൊന്ന് മനസ്സിലാക്കി പോണ്ടേ? ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നതിൻ്റെ പൊരുളൊന്ന് മനസ്സിലാക്കണ്ടേ? പൗലോസിന് ഭയവും നടുക്കവും ഇതൊക്കെ 3 കാര്യങ്ങളാണല്ലോ. ബലഹീനത, ഭയം, നടുക്കം. മതി, ഈ 3 കാര്യങ്ങൾ. പൗലോസിന്റെ ഡിക്ഷണറിയിൽ ഉണ്ടോ ഇത്? നടുക്കമുണ്ടോ? ഭയമുണ്ടോ? മൂന്നാമത്തേതാ? ബലഹീനത, ഭയം, നടുക്കം. ഈ 3 കാര്യങ്ങൾ പൗലോസിന് ഇല്ല. പൗലോസിന്റെ ഡിക്ഷണറിയിൽ ഇതില്ല. പക്ഷെ ഇവിടെ ഉണ്ടെന്ന് പറയുന്നതിന് എന്താ? നിങ്ങളുടെ വിശ്വാസത്തിന്
നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല. അപ്പൊ നിങ്ങൾ കർത്താവിനെ വിശ്വസിക്കേണ്ടത്, ഞാനൊരു ജ്ഞാനിയായി എൻ്റെ ലോകജ്ഞാനത്തിൽ നിന്ന് എനിക്ക് കുറെ ജ്ഞാനമുണ്ട്, ആ ജ്ഞാനത്തിൽ നിന്ന് ഞാൻ ക്രിസ്തുവിനെ പ്രസംഗിച്ചാൽ നിങ്ങളുടെ രക്ഷ വ്യർത്ഥമായി പോകും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ഭയപ്പെട്ടത്. എങ്ങനെയുണ്ട് ആ വിഷയം? ആ തോട്ടത്രയുണ്ട്, എന്ത് ഭയങ്കരമാ! പൗലൂസിന്റെ ചിന്ത, ഞാനൊരു ജ്ഞാനിയാ, വലിയ ജ്ഞാനിയാണ് പൗലൂസ്, ഒരു വലിയ സ്കോളറാണ്, ഒരു വലിയ യഹൂദ റബ്ബിയാണ്, ന്യായപ്രമാണം മുടിനാരികരി പഠിച്ചവനാണ്, ലോകത്തിന്റെ ജ്ഞാനം തനിക്ക് ഒത്തിരി ഉണ്ട്, ഒരു വലിയ ധനാഢ്യനാണ്. എല്ലാം കൊണ്ടും പൗലോസ് കർത്താവിന്റെ 11 ശിഷ്യന്മാരിൽ നിന്നും വേറിട്ട് നിൽക്കുകയാണ്. ഈ ജ്ഞാനിയായ മനുഷ്യൻ പറയാണ്, ഞാനും നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രയാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത്. ഞാൻ വന്നപ്പോൾ എന്ത്, എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി, എനിക്ക് കർത്താവിൽ നിന്ന് പ്രാപിച്ചാൽ മാത്രം മതി. അതാ പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തെന്നാൽ. ഒരു പാസ്റ്ററിന്റെ ചിന്ത ഇതായിരിക്കട്ടെ. ഞാൻ ഇതിനാ വില കൊടുക്കില്ല. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണ് ദൈവജനത്തിന് കൊടുക്കുന്നത്. പൗലോസിന്റെ ഭയവും ഞടുക്കവും എന്താണെന്ന് അറിയാമോ? തൻ്റെ ജ്ഞാനത്തിൽ നിന്ന് താൻ ക്രിസ്തുവിനെ പ്രസംഗിച്ച് എവർ അത് ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അവരുടെ രക്ഷ എന്തായി മാറും? ദൈവികമല്ല. കറക്റ്റ്, ദൈവികമല്ലാതായി പോകും. ആ രക്ഷ അസാധുവായി പോകും. വോട്ട് ചെയ്യുമ്പോൾ കുത്തിക്കഴിഞ്ഞാൽ അസാധുവാകുന്നില്ല, അസാധുവായി പോകും. അസാധുവായി പോയ ആളവിടെ പോകും, ആള് വേറെ പോകും. ഇതൊക്കെ ആരാ ചിന്തിക്കണേ? ഇതൊക്കെ ആരാ ചിന്തിക്കണേ? ഇതൊക്കെ ആരാ പ്രസംഗിക്കണേ? മരുഭൂമി കിടന്ന എനിക്ക് ഈ വചനത്തിന്റെ വെളിപ്പാടുകൾ പൗലോസ് പറയുന്ന പോലെ കർത്താവ് എന്നെ പഠിപ്പിച്ചു, കർത്താവ് എനിക്ക് തന്നു, അതുകൊണ്ട് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. കർത്താവ് എന്നെ ഏൽപ്പിച്ചു വചനം. ഹല്ലേലൂയ. ഒരു മണ്ണാങ്കട്ടയും അറിഞ്ഞുകൂടാതിരുന്ന എനിക്ക് ഈ വചനത്തിന്റെ വെളിപ്പാടുകൾ ഹൃദയത്തിൽ കർത്താവ് ഹൃദയമെന്ന മാംസപ്പലകയിൽ എഴുതി തന്നതുകൊണ്ട് ഞാൻ സഹോദരങ്ങളെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ പാസ്റ്റർമാരും ഇന്നത്തെ റെവറൻഡുമാരും ഇന്നത്തെ ഡോക്ടർമാരും അവർക്ക് കിട്ടിയ ജ്ഞാനം കൊണ്ടാണ് അവർ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. ഒരു ഗുണവുമില്ല, ജനം നശിച്ചു പോകും. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, അതാണ് എന്നെ പഠിപ്പിച്ച വിഷയം. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യനാകുന്ന എൻ്റെ ജ്ഞാനമല്ല, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായി. ദൈവത്തിന്റെ ശക്തി എവിടെ ഇരിക്കുന്നേ? 1 കൊരിന്ത്യർ 1:18 വായിച്ചേ. 1:18. ദൈവത്തിന്റെ ശക്തി എവിടെ ഇരിക്കുന്നേ? ആ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവത്തിന്റെ ശക്തി വചനത്തിലായിരിക്കുന്നേ. അതെങ്ങനെ പാസ്സായതൊരു ഒരു ഒരു എന്തോ പറയാ, ഒരു എവിഡൻസ്, ഒരു തെളിവ് എങ്ങനെ കൊടുക്കും? ഉൽപ്പത്തി പുസ്തകം എടുത്ത് വായിച്ചോ, ഉൽപ്പത്തി പുസ്തകം എടുത്ത് വായിച്ചോ, ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ എടുത്തൊന്ന് വായിച്ചോ. അതൊന്ന് പഠിച്ചു പോകാൻ നമുക്ക് നല്ലതാണ്, കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്നതല്ലേ നല്ലത്. 1-ാമത്തെ ഒന്നുകൂടെ വായിച്ചു. ആത്മാവ് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അടുത്ത് ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അടുത്ത് വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ വെളിച്ചമുണ്ടായി. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ശ്വാസം ആണ് ഈ ലോകത്തിൽ നമ്മൾ കാണുന്നതെല്ലാം, ഈ സൂര്യനും ചന്ദ്രനുമെല്ലാം, ഈ കാണുന്ന ഫലവൃക്ഷാദികളെല്ലാം, ഈ ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ നന്മകളുടെയും ഉറവിടം ദൈവത്തിന്റെ ശബ്ദത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതാണ്. എത്ര പേരത് വിശ്വസിക്കുന്നു? ഇന്നത്തെ ലോകത്തിലെ ബുദ്ധിജാനികൾ, വിവേകികൾ എന്ന് പറയുന്ന പോഷന്മാര് പറയുന്നത് ഈ ലോകം ദൈവം സൃഷ്ടിച്ചതല്ലെന്ന. വെളിച്ചം ദൈവം ഉണ്ടാക്കി. പക്ഷെ എല്ലാം വായിക്കാൻ സമയമില്ല. അതിന്റെ 6-ാമത്തെ വാക്യം വായിച്ചോ. 6-ാമത്തെ വാക്യം. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ, വെള്ളത്തിനും തമ്മിൽ വേർതിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഉണ്ടായി എന്ന വചനം പറയും. 9-ാം വാക്യം വായിച്ചേ. ദൈവം ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. അടുത്ത 11-ാമത്തെ വാക്യം. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതേതരം വിത്തുള്ള ഫലം കായ്ക്കുന്ന എന്ന് ദൈവം കൽപ്പിച്ചു. അതുകൊണ്ടാ കഞ്ഞി കുടിച്ചു പോകുന്നത്. നമ്മൾ കഞ്ഞി കുടിക്കുന്നില്ലേ?
അരിയാഹാരം കഴിക്കുന്നില്ലേ? കപ്പയും മീനൊക്കെ കഴിക്കുന്നില്ലേ? കപ്പയൊക്കെ കഴിക്കുക. ഇവിടെ മീനിന്റെ കാര്യം പറയുന്നില്ല. ഭൂമിയിൽ നിന്ന് മുളച്ചു വന്നത് ദൈവം കൽപ്പിച്ചിട്ടാണത്. ഇവിടെ വേറെ ആരും ഒന്നും ചെയ്തിട്ടൊന്നുമല്ല. ദൈവം കൽപ്പിച്ചത് കൊണ്ടാണ് നമ്മളൊരു മൺവട്ടി കൊണ്ട് മണ്ണ് കുഴികുത്തി ഒരു കപ്പ കൊണ്ട് നാട്ടി വെച്ച് കഴിഞ്ഞാൽ അത് കായ്ച്ചു വരുന്നത്, അത് കപ്പ അതിൽ നിന്ന് പറിച്ചെടുക്കാൻ ഇടയായിത്തീരുന്നത് ദൈവം കൽപ്പിച്ചത് കൊണ്ടാണ്. അങ്ങനെ വിശ്വസിക്കണം നമ്മൾ. അടുത്ത 9-ാം വാക്യത്തിൽ ഉണങ്ങി നിലമുണ്ടാകട്ടെ, അതും വായിച്ചു അല്ലേ? 11-ാമത്തെ വാക്യത്തിൽ അപ്പത്തും അതും നമ്മൾ വായിച്ചു. അടുത്തത് 15-ാമത്തെ വാക്യം. ഭൂമിയെ പ്രകാശിപ്പിപ്പാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. അടുത്ത 20-ാം വാക്യം. വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ, ആകാശവിധാനത്തിൽ പറവജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അപ്പൊ വെള്ളത്തിൽ എന്ത്? ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ. ഇവിടെ ഫ്രാൻസിസ് മീനൊക്കെ പിടിക്കാനിടാവുന്നത് ഇതുകൊണ്ടാ. താൻ കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ. മീൻ പിടിക്കാനായിട്ട് വെള്ളത്തിൽ ചെല്ലുമ്പോൾ മീൻ കിട്ടുന്നുള്ള ദൈവം കൽപ്പിച്ചത് കൊണ്ടാണ് മീനുണ്ടായത്. നമുക്ക് സ്വാദിഷ്ടമായ ചാളയും മത്തിയും നെയ്മീനും ഒക്കെ നമ്മൾ ഭക്ഷിക്കുന്നത് ദൈവം കൽപ്പിച്ചത് കൊണ്ടാണ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ടുണ്ടായി വന്നതല്ല. ദൈവത്തിന്റെ ശ്വാസമാണ് ഇതിന്റെ പിന്നിൽ. നമ്മൾ മനസ്സിലാക്കണോ അത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. 20-ാം വാക്യം. വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ. പർവ്വജാതികൾ പറക്കട്ടെ. ഇന്ന് കാണുന്ന പക്ഷികളെല്ലാം, പക്ഷികളെ കുറിച്ച് പഠിക്കുന്ന പക്ഷിശാസ്ത്രജ്ഞന്മാരുണ്ട്. ദൈവം കൽപ്പിച്ചുള്ള ഇതൊക്കെ ഉണ്ടായെന്നാ പറയുന്നത്. 22-ാം വാക്യം. നിങ്ങൾ വർദ്ധിച്ചു വരികയും സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവേൻ, പറവജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. 24-ാം വാക്യം. 24-ാം വാക്യം. 24-ാം വാക്യം. അതേതരം കന്നുകാലി, ഇഴയായി, കാട്ടുമൃഗം, ഇങ്ങനെ അതേതരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. മട്ടനും കുട്ടനും ഒക്കെ അടിക്കുന്നത്, മട്ടനും കുട്ടനും ഒക്കെ റോസ്റ്റ് ചെയ്ത് തിന്നുന്നില്ലേ? ദൈവം കൽപ്പിച്ചത് കൊണ്ടാണ് ഇതുണ്ടായത്. എല്ലാവർക്കും കടയിൽ ചെല്ലുമ്പോൾ നല്ല ബീഫ് റോസ്റ്റ് ഉണ്ട് കേട്ടോ, എടുക്കണേ. ദൈവം കൽപ്പിച്ചുകൊണ്ടാണ് തിന്നുന്നത്. പണ്ട് ദൈവം കൽപ്പിച്ചത് കൊണ്ടായി മൃഗങ്ങൾ ഉണ്ടായത്, പുല്ലുകൾ മുളച്ചു വരുന്നത്. നമ്മൾ കഴിക്കുന്ന അരിയാഹാരം, നമ്മൾ കഴിക്കുന്ന ഗോതമ്പ്, നമ്മൾ കുടിക്കുന്ന പാല് മൃഗങ്ങളെ കൽപ്പിച്ചുണ്ടായിക്കൊണ്ട് അത് കുടിക്കുന്നത്. ഈ ലോകത്തുള്ള എല്ലാ ഭക്ഷ്യസാധനങ്ങളും ധാന്യവർഗങ്ങളും മൃഗസമ്പത്തുകളും എല്ലാം ദൈവം കൽപ്പിച്ചു. ദൈവം കൽപ്പിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായി. അത് ആർക്ക് വേണ്ടിയാ? മനുഷ്യന് വേണ്ടി, അല്ല ദൈവത്തിന് വേണ്ടിയാ. ഇതെല്ലാം തിന്നിട്ട് തിമിർത്ത് കുറെ കള്ളം കുടിച്ചിട്ട് ദൈവം ഇല്ലെന്ന് പറയുന്ന പോഷന്മാരെ കൊണ്ട് നിറഞ്ഞു കിടക്കാൻ ലോകം. ദൈവമില്ലെന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവം സൃഷ്ടിച്ചത് മുഴുവൻ അനുഭവിച്ചിട്ട് ദൈവമില്ലെന്ന് പറയുന്നു. നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ ജന്മം തന്ന അപ്പൻ ഇല്ലെന്ന് പറയുന്നതിന് തുല്യമാണ്. ഞാൻ ആ ഭാഷ അങ്ങനെ അങ്ങ് പറഞ്ഞു വിടുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം കൽപ്പിച്ചു, അങ്ങനെ ഉണ്ടായി. സകലതും ദൈവത്തിന്റെ കൽപ്പനകളാണ്. ഹല്ലേലൂയ. ദൈവം സൃഷ്ടിക്കാത്ത ഒരു സാധനവും ഇന്ന് ഭൂമിയിലില്ല. എന്നാൽ ദൈവം സൃഷ്ടിക്കാത്ത പലതും ഇന്നുണ്ട്. അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷയത്തിലേക്ക് വരിക. മനുഷ്യനെ പരസ്പരം കൊന്നുമുടിക്കുന്ന മിസൈലുകളും ബോംബുകളും മാരകമായ കെമിക്കൽ വെപ്പൺസും ആറ്റമിക് ആയുധങ്ങളും നമ്മൾ നേരത്തെ വായിച്ചപ്പോൾ എന്താ വായിച്ചത്? മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവൻ്റെ കൺതടം ചീഞ്ഞു പോകും, മാംസം ചീഞ്ഞു വീഴും. ഇതൊന്നും ദൈവം സൃഷ്ടിച്ചതല്ല, ഇത് മനുഷ്യൻ സൃഷ്ടിച്ചതാണ്. ഇപ്പൊ ദൈവം സൃഷ്ടിച്ചതെല്ലാം നമ്മൾ അനുഭവിച്ചിട്ട് ആവശ്യമില്ലാത്ത പലതും നമ്മൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഈ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതിന് എന്ത് ചെയ്യും? അത് പ്രയോഗിക്കാൻ ദൈവം ഒരു അവസരം തരും, അല്ലേ പാസ്റ്ററെ? അത് പ്രയോഗിക്കാൻ ഒരു അവസരം തരും. അതാ യുദ്ധം. നീ സൃഷ്ടിച്ചതല്ലേ, അതുകൊണ്ട് നീ അനുഭവിക്കേ. അതാ ഇപ്പൊ നടക്കാൻ പോണത്. അപ്പൊ അതുകൊണ്ട് ഈ ദൈവം സൃഷ്ടിച്ചതല്ലാത്ത പലതും മനുഷ്യനെ നശിപ്പിക്കുന്ന നശീകരണത്തിന്റെ പലതും മനുഷ്യൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുക. ഇന്നാള് അമേരിക്കയിൽ നിന്നൊരു ഒരു ലേഖനം, ഒരു ആർട്ടിക്കിൾ വന്ന് ഞാനിങ്ങനെ വായിച്ചു. അമേരിക്കയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റമിക് ബോംബുകളും വീര്യമുള്ള ബോംബുകളൊക്കെ അവരുണ്ടാക്കിയിട്ട് ഭൂമി തുറന്ന് എത്രയോ മീറ്റർ തുറന്നിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഷട്ടറുകൾ ഉണ്ടാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. എന്തിനാ അങ്ങനെ ചെയ്തേക്കെന്നറിയാമോ? ഈ കുന്തലാണ്ടിരുന്ന് പൊട്ടുവെല്ലാം ചെയ്തു കഴിഞ്ഞാൽ
ഇത് സർവത്ര നാശം വിതയ്ക്കും. എന്നിട്ട് അവർ വേറെ ഒന്നുകൂടി പറയുന്നുണ്ട്, അതിൻ്റെ അടിയിലിരുന്ന് പൊട്ടിയാലും പുറത്ത് പൊട്ടുന്ന പോലെ അല്ലെങ്കിലും അതിൻ്റെ നാശം നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പേടിച്ചിരിക്കുക. വല്ല ആവശ്യമുണ്ടോ? മനുഷ്യനെ സ്വയം നശിപ്പിക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇടയ്ക്ക് റഷ്യയെക്കുറിച്ച് പറഞ്ഞ് 500 ചില്ലുവാനം ബോംബുകൾ, രാസ ബോംബുകൾ അവരുടെ കയ്യിലുണ്ട്. അമേരിക്ക അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുക. കഞ്ഞിക്ക് വകയില്ലാത്ത നമ്മുടെ കയ്യിലും ഉണ്ട് 120 എണ്ണം ഇല്ലേ? തൊട്ടപ്പുറത്ത് പാകിസ്ഥാൻ ഉണ്ടാക്കി വെച്ചൊരു 80 എണ്ണം ഉണ്ടാക്കി വെച്ചു. അവർ ഓരോരുത്തരല്ല 200, 300, 400 ഉണ്ടാക്കി വെച്ച് എന്നിട്ടില്ല മേശയുടെ ചുറ്റും ഇരുന്നുകൊണ്ട് പക്ഷമേശ സമ്മേളനം പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? നമുക്ക് സമാധാനം. എന്ത് സമാധാനം? സമാധാനം ആ കർത്താവല്ലേ നമുക്ക് തരുന്നത്. ഇവരാണോ സമാധാനം തരുന്നത്? ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു കർത്താവ് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വിഡ്ഢികൾ പറയുന്നത് നമ്മൾ വിശ്വസിക്കരുത്. നമ്മൾ കർത്താവിൻ്റെ വചനം വിശ്വസിച്ചോണം. കർത്താവ് പറഞ്ഞ വചനങ്ങൾ നമ്മൾ വിശ്വസിച്ച് ജീവിച്ചോണം. മനുഷ്യൻ പറയും നമ്മൾ വിശ്വസിക്കരുത്. നമ്മുടെ നേതാക്കന്മാരും മന്ത്രിമാരും തന്ത്രിമാരും പ്രസിഡന്റുമാരും അവരൊക്കെ നല്ലവരൊക്കെയാണ്. പക്ഷേ അവർ പറയുന്നതൊന്നും നമ്മൾ കാശിന് വില കൊടുക്കരുത്. കർത്താവിൻ്റെ വചനങ്ങളും നമ്മൾ വിശ്വസിച്ച് ജീവിച്ചാൽ നമുക്ക് ദൈവരാജ്യത്തിലേക്ക് പോകാം. ഹല്ലേലൂയ. പ്രാർത്ഥനയിലേക്ക് വരുന്നു. സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. ദൈവിക പരിജ്ഞാനം, ദൈവിക ജ്ഞാനം കൊണ്ട് നിറയണം. പൗലോസ് അതാ ആഗ്രഹിച്ചത്. പൗലോസിന് ദൈവം അത് കൊടുത്തു. ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം ദൈവം കൊടുത്തു. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ജ്ഞാനം പോഷത്വമാണെന്ന് പൗലോസ് എഴുതി വെച്ചു. നമ്മുടെ പാസ്റ്റർമാര് ഈ ലോകത്തിലെ ജ്ഞാനത്തിൻ്റെ പിറകെ നടക്കുകയാണ്. അങ്ങനെ ലോകത്തിൻ്റെ ജ്ഞാനം പ്രാപിക്കേണ്ടെന്ന് ഞാൻ പറയത്തില്ല. ഒരു ചെറിയ അളവിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കണം, നല്ലത്. പക്ഷെ അതിൻ്റെ പിറകെ നമ്മൾ ഓടണ്ട. ഇവിടെ പൗലോസ് പറയുന്നത് എന്താണ്? സകല ജ്ഞാനത്തിലും വിവേകത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് വേണം നമ്മൾ നിറഞ്ഞു വരുവാൻ. അതാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. കൊലോസ്യയിലെ വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത് അതാണെന്ന് പൗലോസ് പറഞ്ഞു. ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും അവിടെ ഇരിക്കട്ടെ. അപ്പോ സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ക്കണം. ഫലമുള്ള വൃക്ഷം. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് ശിഷ്യന്മാരും കൂടി ചെന്ന് ഒരു അത്തിലെ കീഴിൽ ചെന്നിട്ട് ഫലം തെരഞ്ഞു, കണ്ടില്ല. അതിനെക്കുറിച്ച് ഒത്തിരി വ്യാഖ്യാനങ്ങളും ഒക്കെ പറയുന്നുണ്ട് പലരും. പക്ഷെ ഞാൻ സ്വീകാര്യമായൊരു വ്യാഖ്യാനം ഇതാണ്: യഹൂദനാണ് അത്തി യഹൂദനായിട്ടാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അത്തി മുന്തിരി യഹൂദൻ്റെ ആത്മീയ നിലവാരം, അത്തി രാഷ്ട്രീയ നിലവാരം. അപ്പോൾ ഈ അത്തി ഫലം കൊടുക്കാത്തത് കൊണ്ട് എന്ത് ചെയ്തു? കർത്താവ് ശപിച്ചു. യഹൂദ ജാതിയിൽ കൂടി ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണമെന്ന് ദൈവം തീരുമാനിച്ചാണ് അബ്രഹാമിൻ്റെ കടിപ്രദേശത്ത് ഒരു യഹൂദ ജാതിയെ ദൈവം രൂപപ്പെടുത്തിയെടുത്തത്. ആ യഹൂദ ജാതിയിലൂടെ ദൈവത്തിൻ്റെ മഹത്വം ലോകം അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതിലൊരു വേദപണ്ഡിതൻ പറഞ്ഞത് ഇങ്ങനെയാണ്: സോളമനിലൂടെ ഒരല്പം വെളിപ്പെട്ടു. ശേബാരാജ്ഞിയും മറ്റ് രാജാക്കന്മാരും ശലോമൻ പണിത ആലയവും ശലോമൻ്റെ ആ പ്രൗഢിയെല്ലാം കണ്ടിട്ട് അവർ പറഞ്ഞു, ശലോമനെ, നീ സേവിക്കുന്ന ദൈവം വലിയവൻ. സംഭവമൊക്കെ പ്രശംസയൊക്കെ അവന് കിട്ടി. പക്ഷെ ആള് നരകത്തിലും പോയി. കണ്ടോ? അപ്പൊ ദൈവമഹത്വം നമ്മളിലൂടെ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ദൈവകൃപയിൽ താണിരുന്നോണം. നമ്മളിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ മഹത്വം ജനം കാണുമ്പോൾ ക്രൂശിൻ്റെ മറവിൽ മറഞ്ഞിരുന്നോണം. നമ്മൾ ആരുമല്ല. നമ്മളില്ലെങ്കിൽ വേറൊരാളെ ദൈവം കണ്ടിട്ടുണ്ട്. നമ്മൾ വിശ്വസ്തരായി കർത്താവെ, പൗലോസിനെ പോലെ ഞാനൊരു ചാപിള്ളയാണ്, ഞാൻ ആകുന്നത് കൃപയാലാണ്, കർത്താവെ ഞാൻ ഏതുമില്ലെന്ന് പറഞ്ഞ് ക്രൂശിൻ്റെ മറവിൽ മറഞ്ഞിരുന്നോണം. അല്ലെങ്കിൽ ദുഷ്ടൻ തകർത്ത് കളയും. ഒരു ദൂതാണിത്. അനേകരെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ശുശ്രൂഷകളും അവിടെ രീതികളും വചന വ്യവസ്ഥ വിട്ടുപോയപ്പോൾ അവർ ശത്രുവിൻ്റെ പിടിയിൽ അമർന്നുപോയി. ഹല്ലേലൂയ. പൗലോസിന്റെ പ്രാർത്ഥന എത്ര അർത്ഥസമ്പുഷ്ടമായ പ്രാർത്ഥനയാണ്. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വേഗത്തിലും വർദ്ധിച്ചു വരണമെന്നും, പരിജ്ഞാനത്തിലും നിറഞ്ഞു വരണമെന്നും, സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ. 2 കാര്യങ്ങൾ അവിടെ ഊന്നി പറയുന്നു. ആ 2 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു പറയാം. ഒരു നിറവ്, പിന്നെ ഒരു വളർച്ച. ഒരാത്മീക നിറവ്,
ഒരാത്മീക വളർച്ച. ഇന്ന് ദൈവസഭയ്ക്ക് ഇല്ലാത്ത രണ്ട് കാര്യങ്ങൾ. വിശ്വാസികളുണ്ട് ഇഷ്ടം പോലെ സഭയിൽ. സഭ എങ്ങനെ ഇരിക്കുന്നു? സഭ അനുഗ്രഹിക്കപ്പെട്ട സഭയായിട്ടിരിക്കുന്നു. കൺവെൻഷൻ എല്ലാ വർഷവും ഞങ്ങൾ കൺവെൻഷൻ നടത്തുന്നുണ്ട്. ഓക്കെ. ഉപവാസ പ്രാർത്ഥന എല്ലാ വർഷവും 7, 20, 40 വെച്ച് ഞങ്ങളുടെ ചർച്ചിൽ പ്രാർത്ഥന നടത്തും. ഉള്ള നല്ല കാര്യം. കൺവെൻഷൻ പന്തലോ, ആ പന്തലൊക്കെ ഇടുന്നുണ്ട്. പന്തലുകാരന് കാശ് കൊടുത്തില്ലെന്നുള്ള വേറെ കാര്യം. അവൻ കേസ് കൊടുക്കാൻ പോയിരിക്കുക, അത് വേറെ കാര്യം. പന്തലൊക്കെ ഇടുന്നുണ്ട്. കക്കൂസ് ഒരു 50 എണ്ണം ഞങ്ങൾ പണിതിട്ടിട്ടുണ്ട്. സ്ഥിരം പന്തൽ ഇട്ടിട്ടുണ്ട്. ബാത്റൂമും കക്കൂസും എല്ലാം കൂടി 10-50 എണ്ണം ഉണ്ട്. പെർമനന്റ് കിച്ചണുണ്ട്. എപ്പോഴും ചട്ടിയും കലവും വാടകയ്ക്ക് എടുക്കാതെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതെല്ലാം വാങ്ങിയിട്ടിട്ടുള്ള ഒരു സ്റ്റോറിൽ കൊണ്ട് നിറച്ച് വെച്ചേക്കുക. കൺവെൻഷൻ വരുമ്പോൾ ഇതെല്ലാം എടുത്തിട്ട് പരിപാടി. എല്ലാം ഉണ്ട്, വേണ്ടതൊന്നുമില്ല. സ്നേഹമില്ല, ദൈവിക ജ്ഞാനമില്ല, തമ്മിൽ ക്ഷമയില്ല. ഒറ്റ അർത്ഥത്തിൽ പറഞ്ഞാൽ ആത്മാവിൻ്റെ ഫലം ഇവരിലില്ല. ഒരു പുതിയ സഭയിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും പ്രധാനം അവരുടെ ഭൗതികമായ വർധനവുകളല്ല, ലോകപ്രകാരമുള്ള പ്രശംസിക്കാനുള്ള കാര്യങ്ങളല്ല. ആത്മാവിൻ്റെ ഫലമുള്ള വിശ്വാസികൾ. ആത്മഫലം: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വഴിക്ക് വിരോധമായി യാതൊരു പ്രമാണവുമില്ല. ഈ ആത്മഫലങ്ങളാലും വരങ്ങളാലും നിറയപ്പെടുക. ഉണ്ടോ ഒരു നിറവ്? യോഗ്യമാവണ്ണം നടന്ന് സകല ജ്ഞാനത്തിലും വിവേകത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരിക. ആത്മഫലങ്ങളാൽ നിറയപ്പെട്ടവരാകുക. എന്ന് സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുക. ഒരാത്മീക വളർച്ച, ഒരാത്മീക നിറവ്, ഒരാത്മീക വർധനവ്. ഇതാണ് സഭയ്ക്ക് വേണ്ടത്. കൊലോസ്യ സഭയ്ക്ക് ഇത് വേണമെന്ന് പൗലോസ് ശഠിച്ചു, തിമോഥെയോസും ശഠിച്ചു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് സഭകളിൽ പാസ്റ്റർമാർ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, ഞങ്ങളുടെ കൺവെൻഷൻ നടക്കുമ്പോൾ ഞങ്ങളുടെ സഹോദരന്മാർ വിദേശത്തിരിക്കുന്നവര് നല്ല തുക ഞങ്ങൾക്ക് അയച്ചു തരണമേ. എന്നിട്ട് അടുത്തോ അങ്ങനെ അയച്ചു തന്ന് കൺവെൻഷൻ നടത്തി കഴിഞ്ഞതിന് ശേഷം ബാക്കി കിട്ടുന്നതെല്ലാം ഞങ്ങൾ അടിച്ചു മാറ്റി. അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. കൺവെൻഷന് വേണ്ടി ഫണ്ട് റേസ് ചെയ്ത് 2.5 കോടി കൺവെൻഷൻ നടന്നെങ്കിൽ 5 കോടി കിട്ടി. ബാക്കിയുടെ കണക്ക് എങ്ങനെ പോകുന്നറിയോ? പന്തലിന് 1 കോടി ആയിരുന്നെങ്കിൽ 1.5 കോടി പന്തലിന്. ഫുഡിന് ഇത്ര കള്ളക്കണക്കെഴുതി കാശ് മേടിച്ച് കൊണ്ടുപോയി അനുഭവിക്കുക. പന്തലുകാരൻ വഴക്കുണ്ടാക്കാൻ വന്ന ചരിത്രം സോഷ്യൽ മീഡിയയിൽ കണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരും. പന്തലുകാരൻ പറയാ, ജനറൽ കൺവെൻഷൻ കഴിഞ്ഞോ, ഞങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ ഞങ്ങൾക്ക് തരാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. എന്താ കാര്യം? പന്തലുകാരൻ പറയാ, കാശ് അവരെഴുതി മാറ്റി, ഞങ്ങളുടെ കൈ കിട്ടിയില്ല. ആര് കൊണ്ടുപോയി? കൗൺസിൽ മെമ്പേഴ്സ്, ഭക്തന്മാർ. പ്രാർത്ഥിക്കാനൊക്കെ അവസരം കൊടുത്തു കഴിഞ്ഞാൽ മരം ചാഞ്ഞു വരും. അതുപോലെ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഈ പ്രാർത്ഥന, ഈ 3-4 വാക്യത്തിൻ്റെ ഉള്ളിലുള്ളൊരു പ്രാർത്ഥന, അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയും ആ ആത്മീയ നിലവാരങ്ങളും ഉള്ള ഒരു സഭയാണ് യഥാർത്ഥ സഭ. അല്ല, കർത്താവ് വന്നപ്പോൾ ആ സഭ എങ്ങനെയുള്ള സഭയായിരുന്നു നമുക്കറിയാം. കർത്താവ് ഭൂമി വന്നപ്പോൾ ഉള്ള സഭയെക്കുറിച്ചെന്ന് പറഞ്ഞ്, എൻ്റെ ആലയം പ്രാർത്ഥന ആലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളിതിന് ബാക്കി. അപ്പൊ സഭ എങ്ങനെയായിരുന്നു? ഇസ്രായേൽ സഭ കള്ളന്മാരുടെ ഗുഹ. അപ്പൊ ഇന്ന് ഓരോ പേരിട്ടിട്ട് ഇന്ന ഗുഹ എന്ന് പറഞ്ഞാൽ മതി. അല്ല, എന്ത് സഭ? കാണിക്കുന്ന മുഴുവൻ അതല്ലേ? അപ്പൊ പറയും എല്ലാവരും അങ്ങനെയല്ല. ഞാൻ സമ്മതിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഒരു കൂട്ടം വീർപ്പുമുട്ടുകയാണ്. ഈ ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഒരു കൂട്ടം കിടന്ന് വീർപ്പുമുട്ടുകയാണ്. അവരാ വിശുദ്ധിയിലും പ്രമാണത്തിലും ജീവിച്ച് അവര് മുമ്പോട്ട് പോയാൽ അവർക്ക് സ്വർഗത്ത് പോകാം. അതാ എൻ്റെ പ്രസംഗം. സഭയിലെ നേതാവ് തലതിരിഞ്ഞ് പോകണമെന്ന് വെച്ച് നമ്മൾ തലതിരിഞ്ഞ് പോകണ്ട. പക്ഷെ പോകാൻ സാധ്യത കൂടുതൽ. എന്നെ പഠിപ്പിച്ച പാസ്റ്റർ TP എബ്രഹാം പ്രിൻസിപ്പളാണ് ബൈബിൾ കോളേജിൽ. നല്ലൊരു മനുഷ്യനായിരുന്നു. പുള്ളി ഞങ്ങളെ പഠിപ്പിച്ചത്, പാസ്റ്റർമാരെ ഗ്രാജുവേഷൻ സമയത്ത് പുള്ളി കുറേ ക്ലാസ്സൊക്കെ തന്നു. നിങ്ങൾ ഒരു 1 അടിയുള്ള വേലി ചാടിയാൽ നിങ്ങളുടെ വിശ്വാസി 2 അടി പൊക്കമുള്ള വേലി ചാടും. നിങ്ങൾ 2 അടി ചാടിയാൽ അവൻ 4 അടി ചാടും. കാരണം അവൻ ഗുരുവായിട്ട് കാണുന്ന ആരെയാ? നിങ്ങളെയാ. അതുകൊണ്ട് നിങ്ങൾ നേരെ നെറിയുള്ളവരായിരിക്കണം എന്ന് പുള്ളി പറഞ്ഞു പഠിപ്പിച്ചു. എത്ര സത്യമാണത്!
ഇനിയിപ്പോൾ നടക്കുന്ന അതല്ലേ? ശുശ്രൂഷകന്മാരും കൗൺസിൽ മെമ്പേഴ്സും കാണിക്കുന്ന അക്രമങ്ങളും അനീതികളും തന്നെ വിശ്വാസികൾ പലതും ചെയ്യുന്നു. അങ്ങനെ ഈ സമൂഹം മുഴുവൻ ജീർണിച്ച് ആത്മീകമായി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. ലോകത്തിന് വെളിച്ചം പകരേണ്ട സഭ, ലോകത്തിന് ഉപ്പ് പോലെ രുചിക്കേണ്ട സഭ ആത്മീകമായി കഴിച്ചു കിടക്കുന്നു, കൂരിരുട്ടിൽ കിടക്കുകയാണ്, ഇരുട്ടി കിടന്ന് തപ്പുകയാണ്. അതുകൊണ്ടാണ് യഹൂദന്മാരോട് ശാസ്ത്രിമാരും പരീശന്മാരോട് പറഞ്ഞത്, നിങ്ങൾ മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നുവെങ്കിലും നിങ്ങൾ കുരുടന്മാരാണ്, നിങ്ങൾ കുരുടനെ വഴികാട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കടലും കരയും കടന്ന് നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇരട്ടിച്ച നരകത്തിന് യോഗ്യനാക്കുന്നു. ആ ഭാഷ തന്നെ പറയണം, അപ്പോഴേ എനിക്ക് സന്തോഷമുള്ളൂ. ആ വചനത്തിന് നിങ്ങൾ ഇരട്ടിച്ച നരകത്തിന് യോഗ്യനാണ്. സ്വർഗത്ത് പോകാൻ വേണ്ടി ഒരു വിശ്വാസി ഒരു സഭയിൽ ചേർന്നിട്ട് ഇരട്ടിച്ച നരകത്തിൽ പോയാൽ അത് സന്തോഷമാണോ? അതുകൊണ്ടാണ് ഞാനീ പറയുന്നല്ല, വേറൊന്നുമില്ല. ഹിന്ദു മാർഗത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്നു, ഇസ്ലാം മതത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്നു, ജൈനമതം, ബുദ്ധമതം, അങ്ങനെ വിവിധ നിലയിൽ ഇന്ത്യയുടെ 22 സംസ്ഥാനങ്ങളിൽ പലരും ജാതീയ മതങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ട് വന്നിട്ട് അവർ ഇരട്ടിച്ച നരകത്തിൽ പോകുന്നെങ്കിൽ പിന്നെ ആ സുവിശേഷ വേല കൊണ്ട് എന്ത് പ്രയോജനം? എന്റെ ചോദ്യമാണ്. അല്ലല്ലോ. ഇടയ്ക്കൊരു പാസ്റ്റർ പറഞ്ഞു, 5 പേരെയും കൊണ്ട് സ്വർഗത്ത് പോകാൻ പറ്റുമെങ്കിൽ പൊക്കോ, അതാ നല്ലത്. 500 കൊണ്ട് പോകാൻ പോയാൽ നിന്നേയും കൂടി കാലെ പിടിച്ച് തളിച്ചു അറിവിലോട്ട് വിടുവരും, പാസ്റ്ററിന്റെ കൂടി. അങ്ങനത്തെ വിശ്വാസികളായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രാർത്ഥനയിലുള്ള ആ ഫിലിപ്പിയ ലേഖനത്തിലെ പ്രാർത്ഥന നമ്മൾ പഠിച്ചത്, നിങ്ങളുടെ ഫിലിപ്പിയ ലേഖനത്തിലെ പ്രാർത്ഥന എന്തായിരുന്നു? അന്ന് പഠിക്കും. അല്ല, ഇത് കൊലോസ്യ ലേഖനത്തിലെ ഫിലിപ്പിയിലെ പ്രാർത്ഥന എന്തായിരുന്നു? നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വീക്ഷിക്കുമാറാകണമെന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ അർത്ഥസമ്പുഷ്ടി എത്ര വലുതാണ്! ആ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ചേ. എഫേസ്യ ലേഖനത്തിലെ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ചേ. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിലെയും 3-ാം അധ്യായത്തിലെയും പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ചേ. എത്ര മനോഹരമാണ്! എഫേസ്യയിലെ വിശ്വാസികൾ, ഫിലിപ്പിയിലെ വിശ്വാസികൾ, കൊലോസ്യയിലെ വിശ്വാസികൾ ഈ വിലയേറിയ ആത്മീയാനുഭവത്തിലേക്ക് വരാനല്ലേ അവർ പ്രാർത്ഥിച്ചത്. ഇന്ന് പ്രാർത്ഥന ഇവിടെ നിൽക്കുന്നു.